Hi guys, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് വിങ്സ് പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിങ്സ് ഫാൻഡം പ്രോ TWHന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ വിങ്സ് ഫാൻഡത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഇപ്പോൾ തന്നെ പോയി കാണാം. ഇത് അതിന്റെ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വെർഷൻ ആയ വിങ്സ് ഫാൻഡം പ്രോ ആണ്. അതുമല്ല ഇത് വിന്റർ എഡിഷൻ ആണ്. സോ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു വിന്റർ എഡിഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ നോർമൽ വെർഷനും അവൈലബിൾ ആണ്. സോ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഓവർവ്യൂ നോക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ട് വിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് ഭാഗത്തായിട്ട് അതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആയ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് <65 ms ലാക് 12mm ഡൈനാമിക് ഡ്രൈവർ MEMS microphone, IPX5 sweat and water resistance, total 30 hours of player time and full touch controls ലഭിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് ഭാഗത്തായിട്ട് ഇതിൻ്റെ പ്രൈസിങ് 5500 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് അത്രയൊന്നും പ്രൈസ് വരുന്നില്ല. വെറും 2799 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന നേരത്തെ ഫ്രണ്ടായിട്ട് തന്നെ നമ്മൾ TWC പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് ടൈമിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമല്ല ഞാൻ ഇത് 1 month ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ഇത് ഫാൻഡത്തിൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഫാൻഡത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കിട്ടിയതാണ്. സോ ഞാൻ അപ്പോഴിട്ടില്ല. ഇതിൻ്റെ ലോങ് ടൈം റിവ്യൂ ആണെന്ന് വിചാരിച്ചു. സോ ബോക്സിനകത്ത് നമുക്കൊരു ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് നോ ഹാസൽലെസ് ഗ്യാരണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂസർ മാനുവൽ, അതായത് നമ്മുടെ ഈ ഒരു വിങ്സ് ഫാൻഡം പ്രോയുടെ ഒരു യൂസർ മാനുവലും കൂടെ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമുക്കൊരു USB Type-C കേബിൾ, ഒരു വൈറ്റ് കളർ USB Type-C കേബിളാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോർമൽ വെർഷൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിങ്സിൻ്റെ വിങ്സ് ഫാൻഡം പ്രോ TWS. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റ് ഒന്ന് നോക്കാം. സോ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽറ്റിൽ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബിൽറ്റാണ്. സോ നമുക്ക് ഒരു എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യമുള്ള നോർമൽ വിങ്സ് ഫാൻഡം പ്രോയിൽ കണ്ട അതേ ഒരു ഡിസൈൻ ബിൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടലി നല്ലൊരു ഡിസൈൻ ബിൽറ്റാണ്. നമുക്കൊരു മൗണ്ടൻ രീതിയിലുള്ളൊരു ഡിസൈൻ ബിൽറ്റാണ് ഇതിൻ്റെ അത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു TWS ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ, ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ലൈറ്റ് ഇതിൻ്റെ അകത്ത് ബ്ലിങ്ക് ആവും. സോ ഇതാണ് നമ്മുടെ ആ ഒരു TWS എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ 2 ഇയർബഡ്സ്. സോ നല്ല ക്വാളിറ്റിയുള്ള ഇയർബഡ്സ് ആണ്. ടോട്ടലി ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഫ്രെയിമും കൂടി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ സെയിം ലുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഇയർബഡ്സിന് വലിയ വ്യത്യാസമൊന്നും ഇവർ വരുത്തിയിട്ടില്ല ഫാൻഡം പ്രോയ്ക്കകത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഫാൻഡം കൂടെ ഉണ്ട്. സോ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഫാൻഡത്തിൻ്റെ അതേ ഇയർബഡ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം തന്നെയാണ്. സോ ഇതെടുത്ത് ആ ഒരു ചാർജിങ് കേസിൽ വെച്ചാലും ചാർജ് ആവും. സോ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടിനും ഒരേ ഇയർബഡ്സിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ബോഡിയിലുള്ള കേസിങ്ങിലാണ് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വെർഷനിലും ഇതേ ഒരു സംഭവം തന്നെയാണ് അവർ ചെയ്തത്. അതായത് ഇയർബഡ്സിൻ്റെ ഡിസൈൻ വലിയ രീതിയിലൊന്നും അവർ മാറ്റിയിട്ടില്ല. ബട്ട് ഇതിൻ്റെ കേസിൻ്റെ ഡിസൈൻ കമ്പനി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇയർബഡ്സ് ചേർന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. സോ അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ ചെവി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. സോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലൈറ്റ് ഓഫ് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ചാർജിങ് ടൈമിൽ മാത്രമേ ഈ ലൈറ്റ് കത്തിയിരിക്കത്തുള്ളൂ. അതോടൊപ്പം നമ്മുടെ ബാറ്ററി കൺസപ്ഷൻ ഇത് കൂടുതലായിട്ട് എടുക്കില്ല. Type-C ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുവഴിയിട്ടാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ചാർജിങ് ടൈം, അതായത് ഇയർബഡ്സ്, ഇതിൻ്റെ കേസിൻ്റെ അതുള്ള ഇയർബഡ്സിൻ്റെ ചാർജിങ് ടൈമിൽ മാത്രമേ ഈ ഒരു ബ്ലൂ LEDs കത്തുകയുള്ളൂ. അതോടൊപ്പം വളരെ ലോ ബാറ്ററി കൺസപ്ഷനാണ് ഇത് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഡിവൈസ് തന്നെയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം ഇതിൻ്റെ 30 hours ഓഫ് പ്ലേ ടൈം ഉണ്ടായതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഫാൻഡത്തിനേക്കാളും കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ്. ആൻഡ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 മണിക്കൂറിൻ്റെ ഒരു പ്ലേ ടൈമാണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. സോ നല്ല രീതിയിലുള്ള ബാസും നല്ല ട്രബിളും നല്ല വോക്കൽസുമാണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ പെർഫോമൻസിൽ ചാർജിങ്ങിൻ്റെയാണ് കുറച്ചുകൂടി എടുത്ത് പറയേണ്ടത്. അതായത് നമ്മൾ ഈ 30 മണിക്കൂർ എന്ന് പറയുന്നത് ഒരുപാട് നേരം, അതായത് 30 ഇപ്പോൾ ഈവൻ 2-3 ദിവസം നമ്മൾ പോകും. നല്ല ഹാർഡായിട്ട് യൂസ് ചെയ്താലും നല്ല രീതിയിൽ തന്നെ പോകും. അതോടൊപ്പം ഇതിൻ്റെ ബാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സൂപ്പർബ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എനിക്കെടുത്ത് പറയാനുള്ളത്, ഒരു 1 month പെർഫോമൻസിൽ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു TWS എന്ന് വേണമെങ്കിൽ ഞാൻ മെയിനായിട്ടും ഞാൻ എടുത്ത് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. സോ ബാറ്ററി ആൻഡ് ചാർജിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് Type-C പോർട്ടാണ് വരുന്നത്. അതുവഴി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ബോക്സിൻ്റെ തന്നെ Type-C കേബിൾ ഇൻക്ലൂഡഡ് ആണ്. 500 mAh ആണ് ഒരു ഇയർബഡ്സിൻ്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നത്. അതായത് 2 ഇയർബഡ്സിൻ്റെ ടോട്ടൽ 1000 mAh ആണ് നമുക്ക് വരുന്നത്. കേസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണെന്ന് അവർ പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഒരുപാട് ചെക്കൗട്ട് ചെയ്തു. ബട്ട് അവിടെയെങ്ങും ഇതിൻ്റെ കേസിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി കമ്പനി പറയുന്നില്ല.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ പിൻകോഡ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെലിവറി അവിടെ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് കാണിക്കും. അവിടെ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ വിങ്സ് ഫാൻഡത്തിൻ്റെയും ഫാൻഡം 500ൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തൊരു ഇപ്പോൾ തന്നെ ചാനൽ പോയി വിസിറ്റ് ചെയ്ത് കാണാം. അണ്ടിൽ ദെൻ ദിസ് ഇസ് ആദൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റാ.